കൃഷ്ണനെ കൊല്ലുവാൻ ശ്രമിച്ച പൂതനയുടെ കഥ അറിയാമോ? പൂർവ്വജന്മത്തിൽ ചക്രവർത്തിയായിരുന്ന മഹാബലിയുടെ പുത്രിയായ രത്നമാലയായിരുന്നു പൂതൻ. അവതാരോദ്ദേശം നിർവഹിക്കുവാനായി വാമനൻ മഹാബലിയുടെ കൊട്ടാരത്തിൽ എത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ മഹാബലിക്കൊപ്പം രത്നമാലയും എത്തിയിരുന്നു. സുന്ദരനായ ബാലനെ കണ്ടപ്പോൾ അവൾക്ക് ഇങ്ങനെയൊരു പുത്രൻ മുലയൂട്ടുവാൻ ആഗ്രഹം തോന്നി. രത്നമാലയുടെ മനോഗതം മനസ്സിലാക്കിയ വാമനരൂപിയായ മഹാവിഷ്ണു ദ്വാപരയുഗത്തിൽ ആഗ്രഹനിവൃത്തി സാധ്യമാകുമെന്ന് അവളെ അനുഗ്രഹിക്കുന്നു. മധുര രാജാവായിരുന്ന കംസന്റെ പത്നിയായ അസ്ഥിയുടെ ദാസിയായിരുന്നു പൂതൻ. കംസന്റെ ആജ്ഞാനുസരണം ശിശുവായിരുന്ന ശ്രീകൃഷ്ണനെ കൊല്ലുക എന്ന ദൗത്യവുമായി വശ്യമനോഹര രൂപം പൂണ്ട് അമ്പാടിയിൽ എത്തുന്നത് മഹാലക്ഷ്മിയെ വെല്ലുന്ന സൗന്ദര്യം. പതുക്കെ പൂതന നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് പ്രവേശിച്ചു. യശോദയും രോഹിണിയും നിസ്സഹായരായി നോക്കി നിൽക്കത്തനെ തന്നിലെ മാതൃസ്നേഹം മൂലം കൃഷ്ണനെ വാരി എടുത്ത് മടിയിൽ ഇരുത്തി മുല കൊടുക്കുവാനായി ആരംഭിച്ചു. തുടർന്ന് താൻ വന്ന കാര്യം ഓർമ്മിച്ച് രാക്ഷസീയ ഭാവത്തിൽ കൃഷ്ണന് വിഷം ചേർത്ത മുലപ്പാൽ കൊടുത്തു. എന്നാൽ പാൽ കുടിച്ചു തീർന്നിട്ടും മതിയാകാഞ്ഞ ഉണ്ണിക്കണ്ണൻ പൂതനയുടെ രക്തം ഉൾപ്പെടെ ഊറ്റിക്കുടിച്ചു. കുഞ്ഞ് തന്റെ രക്തവും കുടിക്കുന്നത് മനസ്സിലാക്കിയ പൂതന് കുഞ്ഞായ കണ്ണനെ എടുത്തുകൊണ്ടു പോകുവാൻ ശ്രമിച്ചെങ്കിലും അതിനോടകം മരിച്ചു വീണു. നന്ദഗോപർ ആചാരം അനുസരിച്ച് പൂതനയുടെ ശേഷക്രിയകൾ ചെയ്തു. അങ്ങനെ വേദന ഒക്കെ മറന്ന് ആനന്ദത്തോടെ പൂതന വിഷ്ണു ചൈതന്യത്തിൽ ലയിച്ചു. ഭഗവാൻ തന്നെ അവളുടെ പാൽ കുടിച്ചപ്പോൾ അവളുടെ പാപങ്ങൾ എല്ലാം ഇല്ലാതെയായി. അല്പനേരം ഭഗവാന്റെ അമ്മയുടെ സ്ഥാനവും പൂതനയ്ക്ക് ലഭിച്ചിരുന്നു. ഈ രാക്ഷസി കുഞ്ഞുങ്ങളെ കൊല്ലുന്നവൾ ആയിട്ടുകൂടി കൃഷ്ണൻ മുലയൂട്ടി എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം പരമപദം പ്രാപിച്ചു. ദുരുദ്ദേശത്തോടെ ആയിരുന്നെങ്കിലും ഭഗവാനെ പ്രേമിച്ചവൾക്ക് ഉള്ള പ്രതിഫലം ഇതാണെങ്കിൽ ഭഗവാനെ നിർമ്മല ഭക്തിയാൽ ഹൃദയത്തിൽ നിറച്ചുവച്ച് പ്രേമിക്കുന്നവർക്കുള്ള പ്രതിഫലം എന്തായിരിക്കും?